കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 22-ാം തീയതി, എൻ്റെ ജീവിതത്തിൽ ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയ ദിവസം. കാരണം എനിക്ക് ട്രെയിനിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ജീവിതത്തിൽ അന്നത്തെ ആ ദിവസം വരെ ദിവസത്തിൻ്റെ തലേ ദിവസം വരെ എനിക്ക് സാധിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ അന്നാണ് എനിക്ക് ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ ഒരു അവസരം കിട്ടി. അതിൻ്റെ കാരണക്കാരി എൻ്റെ അനിയത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ മാമൻ്റെ മോള്, അവളുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതും അവർ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമ്മൾ അവരെ കാണാൻ വേണ്ടിയിട്ട്, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണതാണ്. അങ്ങനെ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പോയൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമല്ലായിരുന്നു കേട്ടോ, വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ അവർ നമ്മുടെ അടുത്തല്ല കേട്ടോ ഇരുന്നത്, അവരുടെ സീറ്റ് വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമുക്ക് വെളുപ്പിന് 1:52 കേട്ടോ ട്രെയിൻ. അത് കാരണം കൊണ്ട് തന്നെ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയത് ഒരു 7 മണിയൊക്കെ ആവാറായപ്പോഴാണ് കേട്ടോ. ആ സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ കേട്ടോ. പിന്നെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറോളം എടുത്തു കേട്ടോ അവളുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷായി, പിന്നെ അവിടെ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ എല്ലാവരുടെയും കുളിയും റെഡിയാവലും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കൊച്ചിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കൊച്ചിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ മര്യാദയ്ക്ക് നിൽക്കാത്തതുകൊണ്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. പാട്ടൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കുറച്ച് കരച്ചിലൊക്കെയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ തിങ്ങി ഇങ്ങനെ നിറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അകത്ത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കേക്ക് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ കേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ, കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് അവിടെ കുറച്ച് എല്ലാം പച്ചപ്പ്, നല്ല രസം കാണാനായിട്ട്. അവിടെ ഫുൾ ചെടികൾ, കുറച്ച് ചെടികളൊക്കെ പറിച്ചുകൊണ്ട് തന്നെ ഒന്ന് ഓർത്തതാണ്. പക്ഷെ നമുക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് തിരിച്ച് ഇങ്ങോട്ടുള്ള ട്രെയിൻ 4:12 അപ്പോൾ നമ്മൾ എന്തായാലും അവളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം ടൈം എടുക്കും റെയിൽവേ സ്റ്റേഷനിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. കാര്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്കതിനുള്ള പറിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ട്രെയിനിൽ നമുക്ക് ഇരിക്കാം, നടക്കാം, കിടക്കാം, ഇതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ രണ്ട് കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇച്ചിരി ഇഷ്ടക്കുറവ് തോന്നിയത്. കാരണം ബാത്റൂമിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് അറിഞ്ഞത് ആ സ്ഥാനത്തമ്മ പിടിച്ച് ഞെക്കിയാൽ വെള്ളം വരുമായിരുന്നു. ഒരു തുണി കെട്ടി വെച്ചിട്ടുണ്ട്, അതുമ്മ പിടിച്ച് ഞെക്കിയാലാണ് വെള്ളം വരുള്ളൂ പറഞ്ഞത്. പിന്നെയാണോ ഞാൻ അറിഞ്ഞത്. ഇങ്ങോട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നു, ബാത്റൂമും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ സ്മെല്ലിൻ്റെ കാര്യമൊന്നും പറയണ്ട. പിന്നെ ഈ സ്മെല്ലിൻ്റെ കാര്യത്തിൽ എൻ്റെ മുന്നേ എന്തൊരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു. നമ്മൾ സ്ഥലം എത്തണ വരെ ആ സ്മെല്ലിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഇടയ്ക്ക് വെച്ച് മാസ്ക് വെച്ചായിരുന്നു കേട്ടോ. മാസ്ക് വെച്ചായിരുന്നു കൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ മാസ്ക് വയ്ക്കുമ്പോൾ ശ്വാസം മുട്ടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ട്രെയിൻ യാത്ര, സ്മെല്ലിൻ്റെ കാര്യം ഒഴിച്ച്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കേക്കൊക്കെ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും അടുത്തൊന്നും നിൽക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ആൾക്കാരൊക്കെ ആയിരുന്നുണ്ട്. അപ്പോഴത്തേനും കുഞ്ഞിക്കുറുമ്പി ബഹളം വയ്ക്കാൻ തുടങ്ങി കേട്ടോ. അത് കാരണം പിന്നെ കുഞ്ഞിക്കുറുമ്പീനെ എടുത്തുകൊണ്ട് റൂമിൽ വന്ന് കുറച്ച് ഫാനൊക്കെ ഇട്ട് അവളൊന്ന് ആശ്വസിപ്പിക്കായിരുന്നു. പിന്നെ അതിന് ശേഷം നല്ല ബിരിയാണി, സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. അങ്ങനെ ബിരിയാണിയൊക്കെ വയർ ഫുള്ളാക്കി കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്കുറുമ്പിയും കുട്ടിക്കുറുമ്പിയും ആ വണ്ടി ഓടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ടൈം ആവാറായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂറോളം നമുക്ക് സ്റ്റേഷനിലെത്തണം സമയമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ ഫോണൊക്കെ നല്ല സേഫായിട്ട് വെച്ചേക്കായിരുന്നു. കാരണം എങ്ങാനും ഫോൺ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഇതിൽ ഞാൻ ഫോൺ എടുക്കും, പിന്നെ അതപ്പം തന്നെ സേഫാക്കി ഒരു ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ബാഗ് മറ്റൊരു ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ സേഫാക്കി വെച്ചായിരുന്നു കേട്ടോ. കാരണം എങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പിള്ളേർ 2 പേരും കുറേ നേരമൊക്കെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കുട്ടിക്കുറുമ്പി അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. കുഞ്ഞിക്കുറുമ്പി കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ എന്ത് ചെയ്താൽ ഉറക്കം വരില്ല. അന്ന് ഇച്ചിരി നേരം വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്നാൽ പോലും എനിക്ക് ഉറക്കം വരില്ല. എങ്ങാനും ഒന്ന് ജസ്റ്റ് 5 മിനിറ്റ് മയങ്ങിയാൽ മയങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.